ദൈവത്തിൻ്റെ സ്വന്തം നാടായ കൊച്ചു കേരളം ഇന്ന് ചെകുത്താൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. പേടിയാകുന്നു നമ്മുടെ കേരളത്തെക്കുറിച്ച് ഓർത്തിട്ട്. മുൻകാലഘട്ടങ്ങളിലും കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു തുടർ പരമ്പര പോലെയാണ് ഓരോ ജില്ലകളിൽ കണ്ടുവരുന്നത്. പെരുമ്പാവൂരും നമ്മൾ കണ്ടില്ലേ, ഒരു വീട്ടിലെ 4 പേരെ ആക്രമിച്ചിട്ട് 3 പേരും ആ സ്പോട്ടിൽ മരിച്ചു. എന്തൊക്കെയാണ് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് അമ്മാവൻ വെറും 2.5 വയസ്സുള്ള കുഞ്ഞിനെ കിടത്തെറിഞ്ഞു കൊന്നു. ഇപ്പോൾ അമ്മയ്ക്കും അതിൽ പങ്കുണ്ടെന്നാണ് പോലീസിൻ്റെ നിഗമനം എന്ന് അറിയാൻ കഴിയുന്നു. മനുഷ്യൻ ക്രൂരനായി മാറിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറത്ത് അമ്മ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു. മനുഷ്യന് ഹൃദയമില്ലാതായിപ്പോയി. കണ്ടില്ലേ, ചെന്താമര ഒരാളെ കൊന്ന് ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങിയിട്ട് വീണ്ടും 2 പേരെയും കൂടെ കൊന്നു. മനുഷ്യത്വം മരവിച്ചു പോയി. ഏതോ ഒരു ലോകത്ത് ജീവിക്കുകയാണ് മനുഷ്യൻ. പകയും വൈരാഗ്യവും മനുഷ്യപ്പറ്റില്ലാത്ത ജീവിതവുമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾ. നമ്മുടെ ഈ കേരളം ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഒരു പിടിയുമില്ല. വളർന്നു വരുന്ന യുവതലമുറ നാശത്തിൻ്റെ വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നും മദ്യവും മയക്കുമരുന്നും കേരളത്തിൽ പെരുകുന്നു. അത് വിൽക്കാനുള്ള അവസരം സ്കൂളിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. നാട്ടിലെ നിയമങ്ങൾ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യർ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന പോലീസും സർക്കാർ തലങ്ങളും ഇനിയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിക്കാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായും കേരളം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒട്ടും പിടിയില്ല. കൂടുതലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തി പിടിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനൊരു മോചനം കണ്ടെത്താൻ നമ്മളെ യുവതലമുറ മുൻപോട്ട് വരണം. കാരണം മയക്കുമരുന്നിൻ്റെ പെരുകി വരുന്ന ശൃംഖലയായി മാറിയിരിക്കുന്ന കേരളം. അതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും പ്രേരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിഷ്കരണം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതായി അത്യാവശ്യമായ സാഹചര്യമായിരിക്കുന്നു. കേരളത്തിൽ ഇനിയും ഇങ്ങനെ കൊലപാതകങ്ങൾ ഒരു പരമ്പരയായി തുടരാതിരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എന്നെപ്പോലെ ഒരു ചെറിയൊരാൾ ഒന്നും പറഞ്ഞുകൊണ്ടൊന്നും ഈ സമൂഹത്തിലൊന്നുമല്ല എന്നെനിക്കറിയാം. മാധ്യമങ്ങളിൽ ഓരോ വാർത്തകൾ കാണുമ്പോൾ ഞെട്ടുകയാണ്, പേടിയാണ്.